ഉണ്ടാക്കിയത് താങ്കളെ നോക്കാൻ വേണ്ടിയാണ്. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. നിന്നെ ഉണ്ടാക്കിയത് എന്നെ പറ്റിക്കാനല്ലേ? ഈ സ്നേഹം എന്ന് പറയുന്ന ഡ്യൂട്ടി അല്ല, അതൊരു വികാരമാണ്. സുബ്രഹ്മണ്യനോട് പറഞ്ഞു സ്നേഹം അറിവാണെന്ന്. ആ, വികാരമുള്ള അറിവാന്ന് സ്നേഹം. അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല, അത് ഉള്ളീന്ന് വരണം. എവിടെ പോകുന്നു? നിനക്കൊരു പെണ്ണ് കാണാൻ കറണ്ട് ബില്ല് അടച്ചിട്ട് വരാം. ബിൽ ഇവിടെ നിന്ന് അടയ്ക്കാം. ഇലക്ട്രിസിറ്റി ഓഫീസ് ഇങ്ങോട്ട് വരില്ല, അങ്ങോട്ട് പോണം. You can pay it online. ഞാൻ കാണുമ്പോ തൊട്ട് ഇയാൾ ഇതേ മുണ്ടും കുപ്പായാന്ന്. എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ അവൻ. രണ്ടെണ്ണം പുതിയ വാങ്ങിക്കൊടുത്തൂടെ? പൈസ അത് പണിയെടുത്ത് ആർക്കും ഉണ്ടാക്കാം. പക്ഷെ പണിക്ക് പോണം അല്ലേ മധുവേട്ടാ? ഫസ്റ്റേട്ടാ എന്താ ആന്റി പോയ അണ്ണനെ പോലെ ഇരിക്കുന്നത്? ആന്റി അല്ല, അണ്ടി. അണ്ണനല്ല, അണ്ണാൻ. അതങ്ങനെ പറഞ്ഞതേ. ഞാൻ ഇവിടുത്തെ ജോലിയൊക്കെ വിട്ട് നാട്ടിൽ പോണ്ടി വരും. അച്ഛനാ റോബോട്ട് ഒരു തരത്തിലുള്ള എക്സൈറ്റ് ചെയ്യുന്നില്ല. എക്സൈറ്റിംഗ് ആയ ഒന്നും അത് ചെയ്യുന്നില്ലല്ലോ. മതിയോ, നമുക്ക് പോകാം. ഹലോ, എത്ര നേരമായി വിളിക്കുന്നു ഇപ്പ? ഞാൻ കൂടെ വിളിച്ചാൽ മതിയോ? കുറച്ച് തിരക്കില്ല. തിരിച്ചു വിളിച്ച് പറയാനുള്ള വിശേഷങ്ങളൊന്നും ഇല്ലേ ഉപ്പ? എന്റെ മാമനൊന്ന് വീണു, അത് പറയാൻ വിളിച്ചതാ. ഇനി തിരിച്ചു വിളിച്ചാലും ഇത് തന്നെ പറയാമോ? ഹലോ ഹലോ, അച്ഛനെവിടെ? ഇലക്ട്രിസിറ്റി ഓഫീസ്. ഇഡിയറ്റ്, അച്ഛനെന്തോ ആക്സിഡന്റ് പറ്റുന്നുണ്ട്, പോയി അന്വേഷിക്കേ. Copy that. ആരാ? അമ്മേ. ആ ഓലിന്റെ ബാക്കിൽ ആരോ ഉണ്ട്. അതെന്തെങ്കിലും പട്ടിയോ പൂച്ചോട്ടായിരിക്കും. പേടിപ്പിച്ചിട്ടല്ലോ. ഹലോ മിസ് സീത. നീ എന്താ ഇവിടെ? മിസ്റ്റർ ഭാസ്കറിനെ കാണാനില്ല. അന്വേഷിച്ച് ഇറങ്ങിയതാണ്. ഇവിടെയാ? ബാറ്ററി ലോ, അതുകൊണ്ട് നിന്നതാണ്. ബാറ്ററി ലോ, ബാറ്ററി ലോ, ബാറ്ററി ലോ. അമ്മ, നമുക്ക് എന്നോട് അച്ചാലാ. വീട്ടുപാടയും കൊടുത്ത് നിന്നെ പോറ്റാ ഞാൻ പെടുന്ന പാട് അന്നേരാന്ന്. കൊണ്ട് കൊടുക്ക്. നിക്കമ്മേ, ഞാൻ ഈ മെയിലൊന്ന് ചെക്ക് ചെയ്യട്ടെ. വൈഫൈ ഉണ്ടോ? Of course. ഇതിനെ കാണാതെ അയാൾ തേടി വന്നാൽ നമ്മ കട്ടോണ്ട് വന്നതെന്ന് പറയും. ഒരു നെറ്റ് കണക്ഷൻ പോലും എടുക്കൂല. ഞാൻ ദയവായിട്ട് അറിഞ്ഞെന്ന റോബോട്ടിനെ ഇവിടെ വെക്കാന്ന് വെച്ചാൽ അത് സമ്മതിക്കൂല. ജോലി കിട്ടിയത് തന്നെ. നെറ്റ് കുന്തൊക്കെ സ്വന്തം പണിയെടുത്ത് ഉണ്ടാക്കിയാൽ മതി. പറഞ്ഞു വിട്. പല്ല് മേടിക്കുന്നതിൻ്റെ Battery charged sufficiently. Thank you. Mr. Bhaskaran. ആ സാധനം കാണാൻ കൊണ്ട് വെച്ചതാണോ? കാശുകളാക്കി വീട്ടിൽ വെച്ചത് പണിയെടുക്കാനല്ലേ? എടാ പറഞ്ഞേ. ആ വന്നു വാ. എവിടെയായിരുന്നു? കറങ്ങാൻ പോയതാ? കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് ചെയ്യേണ്ട എൻ്റെ മാഷെ. വെറുതെ തിന്നു കൊടുത്ത് തടിച്ചല്ലോ നീ. ആ കുടിയൻ ബാബു കണ്ടത് നന്നായി, അല്ലെങ്കിൽ എന്താവും. അല്ലെങ്കിലും മാമ, റഷ്യയിലുള്ള മക്കളേക്കാൾ നല്ലതാണ് പയ്യനുള്ള റോബോട്ട്. സുബ്രഹ്മണ്യം വിളിച്ചാൽ അവന് ഫോൺ എടുക്കാൻ പോലും സമയമില്ല. ഭാഗ്യമല്ലേ ഞാനൊന്നും എഞ്ചിനീയർ ആവാത്തത്. അല്ലെങ്കിൽ എൻ്റെ അച്ഛനൊക്കെ
ഓടെ വീണ് വെള്ളം കിട്ടാണ്ട് ചത്തേനെ. അപ്പോൾ അമ്മ ഹോട്ടൽ പൂട്ടിയിട്ടില്ല, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. A call from Subramanian. അച്ഛാ എന്താ പറ്റി അച്ഛാ? ഒന്ന് വീണു. എന്തിനാ അച്ഛാ ടൗണിലൊക്കെ പോകുന്നത്? എന്താവശ്യം അവൾക്ക് പറഞ്ഞാൽ പോരെ? ഞാൻ പറഞ്ഞതല്ലേ. നീ എന്നാ ഇനി ഇങ്ങോട്ട്? ഞാൻ ഉടനെ അച്ഛാ. Signal lost. ഈ ചോദ്യം ചോദിച്ചാൽ ലോകത്തുള്ള സകല മക്കളുടെയും അടിപൊളി കേട്ടോ. ഭയങ്കര ശമ്പളമായിരിക്കും അല്ലേ? ഒരു 4-5 ലക്ഷം ഉണ്ടാവും. അതിനിപ്പോ നിങ്ങൾക്ക് എന്താ മധുവേട്ടാ? 5 ലക്ഷേ അത്രക്കുണ്ടാവുന്ന ഞാൻ വിചാരിച്ചില്ല. പണ്ടേ അങ്ങനത്തെ പണിക്ക് പോയാൽ മതിയായിരുന്നു. ബ്രോകളെ ഈ സാധനത്തിന് എന്ത് വില ഉണ്ടാവും? 2-3 കോടി എന്തായാലും ഉണ്ട്. കൂട്ടി ജീവിതം കുറച്ചും കൂടി സീരിയസ് ആണ്. ഇനിയെങ്കിലും പണിക്ക് പോകും. ഇനി പണിക്ക് പറ്റി എപ്പോൾ ഉണ്ടാക്കാനാ 3 കോടി? മധുവേട്ടാ, ഈ സുബ്രഹ്മണ്യൻ ഞാൻ ഒന്നിച്ച് പഠിച്ചാണ്. ചെറുപ്പത്തിൽ മൂക്കിലൊലിപ്പിച്ച് നടന്ന ഏക്കനാ. ഇപ്പൊ റഷ്യയിലെ എഞ്ചിനീയർ. പണ്ടേ അങ്ങനെ നടന്നാൽ മതിയായിരുന്നു. പാപ്പായെ വിളിച്ചോ? അമ്മ ഇല്ലാത്തത് വലിയ പ്രശ്നമാണ്. ചുപ്പണ്ണ അമ്മായി മിസ് ചെയ്തിട്ടുണ്ടോ? അമ്മയെ മിസ് ചെയ്യാനുള്ള ചാൻസ് അച്ഛൻ തന്നിട്ടില്ല. ഞാൻ ജനിച്ചപ്പോ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയേ. ആ അതാണ് കാര്യം, അച്ഛനമ്മയും ഡിവോഴ്സ് ആവാനുള്ള. So funny. We malus na. സോറി. ഒരു മോളെ നാളായി വിചാരിക്കുന്നു ഭാസ്കരന്റെ കുഞ്ഞപ്പനെ എടുത്താ കാണണമെന്ന്. ഇന്നാണ് സമയം കിട്ടിയത്. കുഞ്ഞപ്പനോ? നാട്ടുകാരെല്ലാം പറയുന്നത് കുഞ്ഞപ്പൻ എന്നല്ലേ. നാട്ടിലെല്ലാവർക്കും അറിയാം കുഞ്ഞപ്പൻ. New name uploaded. നമസ്കാരം കുഞ്ഞപ്പ, ഞാൻ ജാനകി. ഇത് ടൈലർ രഘുവിന്റെ അമ്മ. Hello. ഇതെന്റെ ഏടത്തി ദേവകി. ഞങ്ങൾ ഒരുമിച്ചാ താമസം. ഒരു തുണി ഉടുക്കാൻ കൊടുക്ക് ഭാസ്കര. നാട്ടുകാർ പറയില്ലേ തുണി ഉടുക്കാതെ പെണ്ണുങ്ങ കണ്ട നാണക്കേടല്ലേ. റഷ്യയിലല്ലേ ഇങ്ങനെയാന്ന്. എനിക്ക് നാണമില്ലേ കുഞ്ഞപ്പ? നാണം? നാണം എന്ന് പറഞ്ഞ ഉളുപ്പ്.